മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന സുപ്രീം കോടതി. അശ്ലീല കുറ്റകരമായ ഉള്ളടക്കം നിയന്ത്രിക്കണം, കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വേണം എന്നൊരു കർശനമായ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി കർശനമായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു സ്വയംഭരണാധികാര സ്ഥാപനം വേണം എന്ന കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അശ്ലീല കുറ്റകരമായ ഉള്ളടക്കം നിയന്ത്രിക്കണം. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിന് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിയന്ത്രണത്തിന് സ്വയംഭരണാധികാര സ്ഥാപനം വേണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണം എന്നൊരു കാര്യം കൂടി കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. നേരത്തെ ഈ പോഡ്കാസ്റ്റർ രൺബീർ അലഹബാദിയുടെ ഇന്ത്യ ഗോട്ട് ലാറ്റിനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. അതിൽ കോടതി ഇടപെടലെല്ലാം തന്നെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി ഇപ്പോൾ ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ഓൺലൈൻ മാധ്യമങ്ങളുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ വേണമെന്ന് സുപ്രീം കോടതി നേരത്തെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അശ്ലീലവും കുറ്റകരവുമായ ഉള്ളടക്കം നിയന്ത്രിക്കണമെന്നൊരു കാര്യം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും കോടതി പറയുന്നത് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രീകൃതമായ നിയന്ത്രണ സംവിധാനം വേണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ആർക്കും ചാനൽ തുടങ്ങാവുന്നൊരു സാഹചര്യമാണ്. എന്തും വിളിച്ചു പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവരെ ആര് നിയന്ത്രിക്കുമെന്നൊരു ചോദ്യം ഉയരുന്നു എന്നതാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചൊരു കാര്യം. പത്രങ്ങളുടെയോ ടെലിവിഷൻ്റെയോ പോലുള്ള ഒരു സംവിധാനം ഓൺലൈൻ മാധ്യമങ്ങൾക്കില്ല. ഇടപെടൽ വേണമെന്ന് നേരത്തെ കോടതി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അശ്ലീല കുറ്റകരമായ ഉള്ളടക്കം നിയന്ത്രിക്കാൻ സ്വയംഭരണാധികാര സ്ഥാപനം വേണമെന്നാണ് ഇപ്പോൾ കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഓൺലൈൻ മാധ്യമങ്ങളുടെ ഉള്ളടക്കം നിയന്ത്രിക്കണം, അശ്ലീലവും കുറ്റകരവുമായ ഉള്ളടക്കം നിയന്ത്രിക്കണമെന്നൊരു കാര്യമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സുപ്രധാനമായൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. സ്വയംഭരണാധികാരം ഉള്ള ഒരു സ്ഥാപനം വേണമെന്നാണ് കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെയും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഓൺലൈൻ മാധ്യമങ്ങളുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ കോടതിയുടെ നേരത്തെയും വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന ആവശ്യം നേരത്തെയും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു കർക്കശമായൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. കുറ്റകരവും അശ്ലീലവുമായ ഉള്ളടക്കം ഒഴിവാക്കണം, അതിന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ അനിവാര്യമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതിന് സ്വയംഭരണാധികാരം ഉള്ള ഒരു സ്ഥാപനം വേണമെന്നാണ്, ഒരു അധികാരി വേണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. അതോടൊപ്പം തന്നെ ഇത് നിയന്ത്രിക്കണം, ഇതിനെ ആര് നിയന്ത്രിക്കും എന്നൊരു കാര്യത്തിലുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പത്രങ്ങളുടെയോ ടെലിവിഷൻ്റെയോ പോലുള്ള ഒരു നിയന്ത്രണ സംവിധാനം ഓൺലൈൻ മാധ്യമങ്ങൾക്കില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്തായാലും അശ്ലീല കുറ്റകരമായ ഉള്ളടക്കം നിയന്ത്രിക്കാൻ സ്വയംഭരണാധികാര സ്ഥാപനം വേണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി, സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.